بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد. സൂറത്ത് ശുആറ 84 മുതൽ 91 വരെയുള്ള ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ സൂചിപ്പിക്കാം. وَاجْعَلْ لِي لِسَانَ صِدْقٍ فِي الْآخِرِينَ. وَاجْعَلْ لِي, ഇവിടെ ഒരേപോലെയുള്ള രണ്ടക്ഷരങ്ങൾ പരസ്പരം കൂട്ടിച്ചേർത്ത് ഒന്നാക്കി ഉച്ചരിക്കുകയാണ്. വജഅൽ എന്ന ലാം, ശേഷം ലാം, സുക്കൂനുള്ള ലാമിന് ശേഷമുള്ള ഹറക്കത്തുള്ള ലാമിൽ ലയിപ്പിച്ച് ഷദ്ദുള്ള ഒറ്റ ലാമാക്കുന്നു. ഇദ്ഗാമുൽ മുതമാസിലൈൻ സഗീർ എന്നാണ് ഇതിൻ്റെ മുഴുവൻ പേര്. ഈ ലയിപ്പിക്കലിൻ്റെ, ഈ ഇദ്ഗാമിൻ്റെ പേര്. ഇങ്ങനെ വരുമ്പോൾ ഒരേപോലെയുള്ള രണ്ടക്ഷരങ്ങൾ ആദ്യത്തേതിന് സുക്കൂനും രണ്ടാമത്തേതിന് ഹറക്കത്തുമായി വരുമ്പോൾ നിർബന്ധമായും അവയെ ചേർത്ത് ഒറ്റ ഷദ്ദുള്ള അക്ഷരമാക്കി ഉച്ചരിക്കണം. വജഅൽ എന്ന് പറയുമ്പോൾ ജീമിൻ്റെ സുക്കൂൻ ഖൽഖല സൂറ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിച്ച് വ്യക്തമാക്കേണ്ടതാണ്. വജഅൽ ലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. ഈ വചനത്തിൽ ഇസ്തിഅലാഇൻ്റെ അക്ഷരങ്ങൾ വന്നിട്ടുണ്ട്, തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ടവ. അവ മൂന്നെണ്ണം, അവ മൂന്നിനും തന്നെ കസ്റാണ്. സ്വാദിന് കസ്റാണ്, സിദ്ഖീൻ ഖാഫിന് കസ്റാണ്, ഫിൽ ആഖിരീൻ ഖാഇനും കസ്റാണ്. എല്ലാറ്റിനും ഏറ്റവും കുറഞ്ഞ ലെവലിലുള്ള തഫ്ഖീം കൊടുത്ത് തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളാണ് ഇസ്തിഅലാഇൻ്റെ അക്ഷരങ്ങൾ. അവയിൽ തഫ്ഖീം ചെയ്യുമ്പോൾ ഏറ്റവും കുറഞ്ഞ അവസ്ഥയാണ് കസ്ർ വരുമ്പോൾ ഉണ്ടാവുക. സുയ് സുയ് എന്ന് പറയുക. സുയ് സുയ് എന്ന് വല്ലാതെ കടുപ്പിച്ച് പറയുകയില്ല. സുയ്ദ് ഖീൻ ഖീൻ സുയ്ദ് ഖീൻ ഫിൽ ആഖിരീൻ. സുയ്ദ് ഖീൻ എന്നതിൽ നേരത്തെ ജീമിനെ കുറിച്ച് പറഞ്ഞ പോലെ സുക്കൂനുള്ള ദാലിനെ ഖൽഖല സൂറ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കണം. സുയ്ദ് ഖീൻ സുയ്ദ് ഖീൻ ഫിൽ. തൻവീനും ശേഷം ഫാവുമാണ്. ഇഖ്ഫാ ഹഖീഖി നൽകി തൻവീനിനെ മറച്ച് മണിക്കണം, അവ്യക്തമാക്കി മണിച്ചുച്ചരിക്കണം. ഫിൽ ആഖിരീൻ. വജ്അൽനി, വീണ്ടും ജീമിൻ്റെ സുക്കൂൻ ഖൽഖല സൂറ നൽകി ശബ്ദം ചലിപ്പിച്ച് വ്യക്തമാക്കണം. വജഅൽനി, അവിടെ ലാമിനെ ഇൽഹാർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വജഅൽനി വജഅൽനി എന്ന ഇപ്പോഴത്തെ വജഅൽനി മിൻ വറസതി. സാക്കിനത്തായ നൂനും ശേഷം വാവുമാണ്. ഇദ്ഗാം ബിഗുന്ന ചെയ്തുകൊണ്ട് നൂനിനെ വാവിൽ ഭാഗികമായി ലയിപ്പിച്ച് മണിക്കണം. മിൻ വറസതി. റാഇന് തഫ്ഖീം കൊടുക്കണം, തടിപ്പിച്ച് റാഇന് ഉച്ചരിക്കുക. ജന്നത്തിൻ നഈം, ആവർത്തിച്ച് ശദ്ദുള്ള നൂന് 2 തവണ വരുന്നു. ജന്ന അന്നഈം. മണിച്ചുകൊണ്ട് നൂനിനെ ഉച്ചരിക്കണം. ജന്നത്തിൻ നഈം. വഗ്ഫിർ ലി അബി. ഗൈനിനെ തഫ്ഖീം ചെയ്യുക, ശ്രദ്ധിക്കുക. വഗ്ഫിർ. റാഇന് സുക്കൂനും തൊട്ടുമുമ്പിൽ സ്ഥിരപ്പെട്ട കസ്റുമാണ്. റാഇനെ തർക്കീഖ് ചെയ്ത് നേർപ്പിച്ച് ഉച്ചരിക്കണം. വഗ്ഫിർ ലി അബി. ലി അബി ഇന്നഹു, അവിടെ യാവും ദീർഘാക്ഷരമായ യാവും അടുത്ത പദത്തിൻ്റെ ആരംഭത്തിൽ ഹംസയുമാണ്. മദ് മുൻഫസിൽ ജായിസ് നൽകി യാഇനെ 4 5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കുക. ഇന്നഹു ശദ്ദുള്ള നൂനിനെ മണിക്കുക. കാന മിനദ്ദാല്ലീൻ. ദ്വാദ് പ്രത്യേകം ശ്രദ്ധിക്കുക. നാവിൻ്റെ സൈഡ്
ഒരു നീളത്തിലാണ് അതിൻ്റെ മഖ്റജ്. മേലെ അണപ്പല്ലുമായി ചേർത്തുകൊണ്ടാണ് ദ്വാദ് ഉച്ചരിക്കുക. മിനദ്ദാ, ആ ദീർഘത്തിൽ അലിഫിനെ ദീർഘിപ്പിക്കുന്നു, ദീർഘം പറയാം. ആ ദീർഘത്തിലും തഫ്ഖീം നിലനിർത്തണം. ദ്വാദ് ഇസ്തിഅലാഇൻ്റെ 7 അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കേണ്ട 7 അക്ഷരങ്ങളാണ് ഇസ്തിഅലാഇൻ്റെ അക്ഷരങ്ങൾ. അതിൽ പെട്ട ദ്വാദിനെ തഫ്ഖീം ചെയ്യുമ്പോൾ അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീം കൊടുക്കണം. മിനദ്ദാ എന്ന തടിപ്പിച്ചുള്ള ശബ്ദം. ആ ദീർഘമാകട്ടെ 6 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കണം. 6 മാത്ര നൽകിക്കൊണ്ട് ദീർഘിപ്പിക്കണം. കാരണം ആ ദീർഘം ശേഷം സ്ഥിരപ്പെട്ടതായ കസ്റ് നിലനിൽക്കുന്നതിനാൽ അതും ഷദ്ദുള്ള അക്ഷരവുമാണ്. ഈ ദീർഘം നിർബന്ധമായി 6 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കേണ്ടതാണ്. മദ് ലാസിം കലിമി മുസഖൽ എന്നാണ് ഇതിൻ്റെ മുഴുവൻ പേര്. മദ് ലാസിം എന്ന് പറയുമ്പോൾ ശേഷം സ്ഥിരപ്പെട്ട സുക്കൂൻ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ദീർഘമാണ്. ഇവിടെ ഷദ്ദുള്ള അക്ഷരമാണ് എന്ന കാരണത്താൽ മുസഖൽ എന്ന് പേര് പറയുന്നു. ഇതൊരു പദമാണ് എന്നതുകൊണ്ടാണ് കലിമി എന്ന് പറയുന്നത്. അപ്പോൾ ഹർഫി അക്ഷരങ്ങളിലായി വരും. ഈ സൂറത്തിൻ്റെ തുടക്കത്തിൽ നാം ഓതിയതുപോലെ ഇവിടെ കലിമിയാണ്. മിനദ്ദാല്ലീൻ ഇപ്രകാരം ഓതണം. വലാ തുഖ്സിനി യൗമ യുബ്അസൂൻ, ഖാഇന് തഫ്ഖീം കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വലാ തുഖ്സിനി യൗമ യുബ്അസൂൻ, യുബ്അസൂൻ ബാഇൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കുക. യൗമ ലാ യൻഫഉ, സാക്കിനത്ത നൂനും ശേഷം ഫാഉമാണ്. ഇഖ്ഫാ ഹഖീഖി നൽകി നൂനിനെ മറച്ച് മണിക്കണം. അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. എന്നിങ്ങനെ നൂനിനെ വ്യക്തമാക്കാതെ യൻഫഉ എന്ന് മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. യൗമ ലാ യൻഫഉ മാലും വലാ, തൻവീനും ശേഷം വാവുമാണ്. ഇത് അംബിഹുന്ന നാഖിസ് നൽകി വാവിലേക്ക് തൻവീനിനെ ലയിപ്പിച്ച് മണിക്കണം. മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ്, സാക്കിനത്ത നൂൻ ശേഷം ഹംസ, നൂനിനെ വെളിവാക്കണം. ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കണം. ശേഷം വന്ന ഹംസ ഹൽക്കിൻ്റെ അക്ഷരമായതുകൊണ്ടാണ് ഇൽഹാർ ഹൽഖി എന്ന് പറയുന്നത്. ഇല്ലാ മൻ അത്തല്ലാഹ, അല്ലാഹ് എന്ന ഇസ്മുൽ ജലാലയിലെ ലാമിനെ തടിപ്പിക്കണം, തഫ്ഖീം ചെയ്യണം. അത്തല്ലാഹ എന്ന് ലാമിനെ തന്നെ, ലാമാണ് ഉച്ചരിക്കുന്നത്, അക്ഷരം മാറരുത്. ആ ലാമിനെ തടിപ്പിച്ച് ഉച്ചരിക്കുക. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, ഖാഫിന് പൂർണ്ണമായ തഫ്ഖീം കൊടുക്കുക, തടിപ്പിക്കുക. തൻവീനും ശേഷം സീനുമാണ്. ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ചു മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ബിഖൽബിൻ സലീം വ ഉസ്ലിഫത്തിൽ ജന്ന, ഷദ്ദുള്ള നൂൻ വരുന്നു. അൽ ജന്ന മണിക്കണം. ലിൽ മുത്തഖീൻ, ഖാഫിന് തഫ്ഖീം കൊടുക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ തഫ്ഖീമാണ് വരുന്നത്, കാരണം കസ്റാണ് എന്നതുകൊണ്ട്. വ ഉസ്ലിഫത്തിൽ ജന്നതു ലിൽ മുത്തഖീൻ, എല്ലാ അക്ഷരവും ക്ലിയറായി അതിൻ്റെ മഖ്റജിൽ നിന്ന് വ്യക്തമായി ഉച്ചരിക്കുക. വബുർരിസത്തിൽ ജഹീമു ലിൽ ഗാവീൻ, റാഇന് കസ്റാണ്, തർഖീഖ് ചെയ്യുന്നു. വബുർരിസത്തിൽ ജഹീമു ലിൽ ഗാവീൻ, ഗൈനിനും അലിഫിനും തഫ്ഖീം കൊടുക്കും. ഗാ എന്ന തടിപ്പിച്ചുള്ള ശബ്ദം കൊടുക്കുക. ലിൽ ഗാവീൻ, പൊതുവെ എല്ലാ ഹർഫും തന്നെ ക്ലിയറായി അതിൻ്റെ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കണമെന്ന് സൂചിപ്പിച്ചു. തഫ്ഹീമിൻ്റെ അക്ഷരങ്ങളെ പ്രത്യേകം എടുത്തു പറയുകയുണ്ടായി. അവയല്ലാത്തവയ്ക്കൊക്കെയും തർഖീഖാണ് എന്നതും ശ്രദ്ധിക്കുക. ബാറകല്ലാഹു ഫീക്കും.
أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. رب هب لي حكما وألحقني بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم واغفر لأبي إنه كان من الضالين ولا تخزني يوم يبعثون يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم وأزلفت الجنة للمتقين وبرزت الجحيم للغاوين. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രമാണ് കഴിഞ്ഞ വചനങ്ങളിൽ നാം മനസ്സിലാക്കിയത്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനങ്ങളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. റബ്ബി ഹബ്ലി ഹുക്മൻ വ അൽഹിഖ്നി ബിസ്സാലിഹീൻ എന്ന് തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന നാം സൂചിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം പ്രാർത്ഥിച്ചു, അല്ലാഹു എനിക്ക് നീ ജ്ഞാനം വർദ്ധിപ്പിച്ചു തരണം, അതുപോലെ എന്നെ നീ സാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണം. ശേഷം വീണ്ടും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന തന്നെയാണ് അള്ളാഹു വിവരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, വജഅൽ ലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ, പിന്നാലെ വരുന്നവരിൽ, ശേഷക്കാരിൽ എനിക്ക് നല്ല കീർത്തി ഉണ്ടാക്കണമേ. വജഅൽ, നീ എനിക്കാക്കണം, വജഅൽ ലി ലിസാന സിദ്ഖിൻ, സത്യത്തിൻ്റെ, അതിൻ്റെ നന്മയുടെ സത്യത്തിൻ്റെ കീർത്തി, അത് നീ എനിക്കുണ്ടാക്കി തരണമേ. ഫിൽ ആഖിരീൻ, ശേഷം വരുന്നവരിൽ. അതായത് വജഅൽ ലി ദിക്റൻ ജമീലൻ വസനാഅൻ ഹസനൻ, നല്ലതായ കീർത്തി, സ്മരണ, അതുപോലെ നല്ലതായ സുന്ദരമായ പ്രശംസയും എനിക്ക് നീ അവരിൽ ഉണ്ടാക്കണം. അല്ലേ, ഏറ്റവും നല്ലതിന് ഞാൻ മാതൃക കാണിച്ചുകൊണ്ട് ജീവിച്ച് മരിച്ചു പോകുമ്പോൾ അവരെന്നെക്കുറിച്ച് നല്ലത് പറയും. അങ്ങനെയുള്ള ഒരു മാതൃകാ പുരുഷനായി എന്നെ നീ ആക്കണം. അത്തരത്തിൽ എനിക്ക് അവരിൽ നല്ല കീർത്തി, സൽകീർത്തി ഉണ്ടാക്കണം. വജഅൽനി, എന്നെ നീ ആക്കുകയും വേണം, മിൻ വറസതി ജന്നത്തിൻ നഈം, നഈമിൻ്റെ സ്വർഗം, സുഖാനുഗ്രഹത്തിൻ്റെ സ്വർഗത്തിൻ്റെ അവകാശികളിൽ എന്നെ നീ ഉൾപ്പെടുത്തണം. മഹാനായ പ്രവാചകൻ, അള്ളാഹു ഖലീലായി സ്വീകരിച്ച, മിത്രമായി സ്വീകരിച്ച മഹാനായ പ്രവാചകൻ അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണിത്. അപ്പോൾ എത്ര ഗൗരവമാണ്! അവർ പാപമോചനത്തിനും സ്വർഗപ്രവേശനത്തിനും വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. വീണ്ടും അദ്ദേഹം പറയുകയാണ്, വഗ്ഫിർ ലി അബീ ഇന്നഹു കാന മിനദ്ദാല്ലീൻ, എൻ്റെ പിതാവിന് നീ പുറത്തു കൊടുക്കണമേ, നിശ്ചയമായും അദ്ദേഹം വഴിപിഴച്ചവരിൽ പെട്ടുപോയിരിക്കുന്നു എന്ന്. ഇവിടെ നാം അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ പിതാവ് ബിംബ ആരാധകനും ബിംബ കച്ചവടക്കാരനുമായ കൊടിയ മുശ്രിക്കായ വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ സൂറത്തു തൗബയിലെ 113-ലും 114-ലും ഒക്കെ അള്ളാഹു വിശദീകരിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു പ്രവാചകനോ വിശ്വാസികൾക്കോ ആർക്കും തന്നെ മുശ്രിക്കായ തൻ്റെ മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ അനുവാദമില്ല. ശേഷം അള്ളാഹു പറയാണ്, വമാ കാന ഇസ്തിഗ്ഫാറു ഇബ്രാഹീമ ലിഅബീഹി ഇല്ലാ അൻ മൗഇദത്തിൻ വഅദഹ ഇയ്യാഹ്, ഞാൻ താങ്കൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പാപമോചനത്തിന് പ്രാർത്ഥിക്കാം എന്ന ആ ഒരു വാക്കിൻ്റെ പ്രയോഗവൽക്കരണം, ആ വാക്ക് പാലിക്കുക എന്ന ഒരു മൗഇദത്ത് പാലിക്കൽ മാത്രമായിരുന്നു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്നും സംഭവിച്ചത്.
അതിൽ നിങ്ങൾക്ക് മാതൃകയില്ല എന്നും അള്ളാഹു പഠിപ്പിക്കുകയാണ്. സൂറത്തുൽ മുംതഹിന 4-ലും അള്ളാഹു അതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹീമ വല്ലദീന മഅഹ്. ഇബ്രാഹീമിലും അദ്ദേഹത്തോടൊപ്പം ഉള്ളവരിലും നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. ഇബ്രാഹീമിലും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരിലും വിശ്വാസികളിലും നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലാ ഖൗല ഇബ്രാഹിം ലി അബീഹി ലഅസ്തഗ്ഫിറന്ന ലക്, ഞാൻ താങ്കൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പാപമോചനത്തിന് തേടുക തന്നെ ചെയ്യുമെന്ന ആ ഇബ്രാഹിമിൻ്റെ വാക്കിൽ നിങ്ങൾക്ക് മാതൃകയില്ല, അതൊഴികെ എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂറത്തുൽ മുംതഹിനയിൽ അള്ളാഹു വിശദീകരിക്കുന്നത്. അപ്പോൾ നാം മനസ്സിലാക്കണം, മുശ്രിക്കായ മാതാപിതാക്കൾക്ക് ആണെങ്കിൽ പോലും ഒരാൾക്ക് വേണ്ടിയും ഇസ്തിഗ്ഫാർ നടത്തുവാൻ വിശ്വാസികൾക്ക് അനുവാദമില്ല. ഇവിടെ ആ ഒരു വാക്ക് പൂർത്തീകരണം മാത്രമാണ്. സൂറത്തു തൗബയിൽ അള്ളാഹു പറയുകയാണ്, ഫലമ്മ തബയ്യന ലഹു അന്നഹു അദുവ്വുൻ ലില്ലാഹി തബറഅ മിൻഹു. തൻ്റെ പിതാവ് അള്ളാഹുവിൻ്റെ ശത്രുവാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടപ്പോൾ, ഇബ്രാഹിമിന് ബോധ്യമായപ്പോൾ അദ്ദേഹം ആ പിതാവിൽ നിന്നും മോചിതനാവുകയാണ്, നിരപരാധിയായി അദ്ദേഹത്തിൽ നിന്നും ഒഴിവാക്കുകയാണ്. അദ്ദേഹവും പിതാവുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ആദർശപരമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ആ ബന്ധം അവിടെ അവസാനിപ്പിക്കുകയാണ്. ഇബ്രാഹിം അതിൽ നിന്നും അലൈഹിസ്സലാത്തു വസ്സലാം ആ പിതാവിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ് എന്നും അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. വലാ തുഖ്സിനി, നീ എന്നെ നിന്ദിക്കരുതേ, അപമാനിക്കരുതേ, യൗമ യുബ്അസൂൻ, അവർ പുനർജീവിപ്പിക്കപ്പെടുന്ന, വീണ്ടും ജീവിപ്പിക്കപ്പെടുന്ന ആ നാളിൽ, പുനരുത്ഥാന നാളിൽ, അതായത് ജനങ്ങൾ, യുബ്അസൂൻ എന്ന് പറഞ്ഞ ജനങ്ങൾ പുനർജീവിപ്പിക്കപ്പെടുന്നതായ ആ ദിവസത്തിൽ, അന്ത്യനാളിൽ നീ എന്നെ അപമാനിക്കരുത്. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, അന്ന് സമ്പത്തോ സന്താനങ്ങളോ യാതൊരു ഉപകാരവും ചെയ്യുകയില്ല. അങ്ങനെയുള്ള ആ ദിവസത്തിൽ, സമ്പത്തും സന്താനങ്ങളും ഉപകാരം ചെയ്യാത്തതായ ആ ദിവസത്തിൽ നീ എന്നെ നിന്ദിക്കരുതേ. യൗമ യുബ്അസൂൻ എന്നതിൻ്റെ വിശദീകരണം വീണ്ടും പറയുകയാണ്, യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ, അള്ളാഹുവിനെ സമീപിച്ചവരൊഴികെ, അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് വന്നവനൊഴികെ. എങ്ങനെ വന്നു? ബിഖൽബിൻ സലീമിൻ, സുരക്ഷിതമായ ഹൃദയവുമായി, കുറ്റമറ്റ ഹൃദയവുമായി എന്ന് വെച്ചാൽ പാപങ്ങൾ ചെയ്യാതെ അള്ളാഹുവിൽ വിശ്വസിച്ച് നിഷ്കളങ്കമായി നല്ല നിലയിൽ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച് മരിച്ചുപോയ അങ്ങനെയുള്ള നല്ല ഹൃദയത്തിൻ്റെ ഉടമയായി അള്ളാഹുവിനെ കണ്ടുമുട്ടിയവനൊഴികെ എന്ന് പറയുകയാണ്. ഇതുവരെയും ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ പ്രാർത്ഥനയാണ്. പിന്നെ അള്ളാഹു പറയുന്നത് ഉസ്ലിഫത്തിൽ ജന്നത്തു ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക്, ഭക്തിയുള്ള അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചവർക്ക് സ്വർഗം അടുപ്പിക്കപ്പെടുന്നതാണ്. ഉബുർരിസത്തിൽ ജഹീമു, നരകം വെളിവാക്കപ്പെടുന്നതാണ്. ലിൽ ഗാവീൻ, വഴിപിഴച്ച ആളുകൾക്ക്, പിഴച്ചുപോയവർക്ക്, വഴികേടിലകപ്പെട്ടു പോയ ആളുകൾക്ക് നരകവും കാണിക്കപ്പെടുന്നു, അവർക്ക് വെളിവാക്കപ്പെടുന്നു. അവരതിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുവാൻ വേണ്ടി അത് അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുത്തപ്പെടുന്നതാണ് എന്ന് പറയുകയാണ്. അള്ളാഹു നമ്മെ അവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ.